നമസ്കാരം, എല്ലാവർക്കും റെസിപ്പീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പക്കോടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു പക്കോട തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. നമ്മൾ പാവയ്ക്കും അതുപോലെ തന്നെ ക്യാബേജൊക്കെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കൊത്തി അരിയില്ല, ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഇതേപോലെ അങ്ങ് കൊത്തി അരിഞ്ഞെടുത്താൽ മതി. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചി ഒരു 1 ഇഞ്ച് നീളത്തിലെടുക്കാം. അതുപോലെ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 6-7 ഒക്കെ എടുക്കാം കേട്ടോ. വെളുത്തുള്ളിന്റെ അളവ് കുറച്ച് മതി. ഇഞ്ചിന്റെ ടേസ്റ്റാണ് മുന്നിലേക്കായിട്ട് നിൽക്കേണ്ടത്. ഇതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ നിറച്ചുണ്ടാവുക, കുമിച്ചുണ്ടാകും. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പച്ചമുളകിന്റെ എണ്ണം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു 4 തണ്ട് കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലന്റെ അത്രയും പുതിനയില വേണ്ട, അതിനേക്കാളും കുറച്ചും കൂടെ കുറച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഈ ഒരു സമയത്ത് ഇത്രയും ചേർത്താൽ മതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു എരിവിനും അതുപോലെ തന്നെ നല്ലൊരു കളറിനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, പിരിയമുളക് പൊടി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ മസാലയും കൂടി ചേർക്കുമ്പോഴായിരിക്കും പക്കോടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എരിവും ഉപ്പൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ചോട്ടെ. ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ പക്കോടേന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പൊടി ചേർക്കുന്നുണ്ട്, കടലമാവ്. അതേപോലെ തന്നെ 1 കപ്പ് നിറച്ച് മൈദപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഈ ഒരു ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള ആ ഒരു ടേസ്റ്റുള്ള പക്കോട കിട്ടുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും പുറംഭാഗമൊക്കെ. പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് അങ്ങ് പിടിച്ചോട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ പൊടിയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് നോക്കാം കേട്ടോ. ആദ്യം തന്നെ കൂടുതൽ വെള്ളം കോരി ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് കുറച്ചൊരു ടൈറ്റുള്ള മാവാണ് വേണ്ടത്. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്തിട്ട് കുഴച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് മാവ് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒന്ന് കോരിയിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ കയ്യിൽ നിന്ന് ഊരി എണ്ണയിലേക്ക് വീണാൽ മതി. ഒരുപാട് ലൂസായി പോകണ്ട. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മാവിന്റെ ഉപ്പൊന്ന് പാകാണെന്ന് നോക്കാം കേട്ടോ. ഉപ്പ് വരുമൊക്കെ ഉപ്പ് പാകണമെന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 1.25 ടീസ്പൂൺ ഉപ്പാണ് ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉള്ളിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ പൊടികളൊക്കെ ചേർത്തു, കടലപ്പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടി അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്തു. എന്നിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിരിക്കുന്നത്. മാവ് ഒരുപാട് ലൂസായി പോകാൻ വേണ്ട, എന്നാൽ ഒരുപാട് ടൈറ്റ് ആയി പോകാൻ വേണ്ട. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് എടുത്തിടുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഊരി വീണാൽ മതി. ആ ഒരു പാകത്തിലുള്ള മാവാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു മാവ് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതേപോലെ കയ്യിലെടുത്തിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മാവൊക്കെ കൈകൊണ്ട് ഇതേപോലെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, എണ്ണേന്റെ പല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നമ്മൾ ഇട്ട് കൊടുത്തത് പതുക്കെ എണ്ണയിൽ നിന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെക്കാം കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പുറംഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. തീ കൂട്ടി വെക്കണ്ട കേട്ടോ. അപ്പൊ പുറംഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൗൺ ആയി പോവുകയും ചെയ്യും, ഉൾഭാഗത്തേക്ക് വേവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവുന്നവരെ നന്നായിട്ട് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പുറംഭാഗമൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് കോരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ കൂടെ അങ്ങ് കോരിയെടുക്കാം. ഇനി തീ ഒന്നും കൂടെ കൂട്ടി വെച്ചിട്ട് അടുത്ത സെറ്റ് മാവ് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരത്തേക്ക് ഇളക്കാതെ വെക്കുക. എന്നിട്ട് പതയൊന്ന് ഒതുക്കി കഴിയുമ്പോൾ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടുക. എന്നിട്ട് ഇതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതും അതേപോലെ തന്നെ നേരത്തെ ഇട്ടതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കോരിയെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പക്കോടയാണ്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കില്ലേ, ആ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പക്കോടയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ അളവുകളൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പക്കോട തന്നെ കിട്ടും. ചായനോട് കഴിക്കാൻ പറ്റുള്ള നല്ലൊരു സ്നാക്കാണ് ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ല, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.